കളറാ നിന്റെ സ്വപ്നങ്ങൾ കളറാ, നിന്റെ ജീവിതം കളറാ, നിന്റെ കവിളത്ത് കളറാ, ഈ രണ്ട് കവിളത്തും ഒരൊറ്റ കളറാ. എന്താണ് ഈ പറയുന്നേ? രണ്ട് കവിളത്തും കളറായിട്ടുണ്ടോ? ഇല്ലല്ലോ മകനെ, എന്റെ അടുത്ത് അടുത്താണോ ഒളിച്ചു കളി? എനിക്കെല്ലാം മനസ്സിലായി മോനെ. എടാ എന്ത് പറ്റി? ഐ ഓൾ റൈറ്റ്? ഓ എന്റെ ഓൾറൈറ്റ്, നീ എന്നോടാണോ ഓൾറൈറ്റ് എന്ന് ചോദിക്കുന്നത്? അല്ലടാ, എന്നോട് മറച്ചു വെക്കാൻ മാത്രം വലുതായോടാ നീ? എടാ ഇപ്പൊ എന്തുണ്ടായിട്ടാ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? എന്ത് പറ്റിയല്ലേ? എന്ത് പറ്റി? വാ 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 വാ, നിനക്ക് ഞാൻ കാണിച്ചു തരാം. വാ വന്നടാ, വാ 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 വാ. ഓ എന്തേ എന്തേ? ഓ കവളത്തുള്ള കളറ് പോവാൻ പാടില്ലേ? ഡേയ്, സീത പോയത് ഒന്നും അക്സെപ്റ്റ് ചെയ്യാതായിരുന്നെങ്കിൽ നീ ഇങ്ങനെയല്ല ഉണ്ടാവുക. നിനക്ക് ഇത്രയ്ക്ക് സന്തോഷം തോന്നുന്നുണ്ടെങ്കിൽ സീത നിന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് എവിടെയോ ഒരു ഡൗട്ട് അടിച്ചിരുന്നു, നീ കളവ് പറയാണ്, എന്നെ കളിപ്പിക്കുകയാണെന്നൊക്കെ. നിന്റെ കവളത്തുള്ള ആ കളറുണ്ടല്ലോ, അതല്ല ഇന്ന് കൺഫേം ചെയ്തു തന്നു. അങ്ങനെ അവസാനം സീതാരാമ പ്രേമപ്രയാണം ആരംഭിച്ചു. ഐ എം സോ ഹാപ്പി ഫോർ യു മോനെ. നിന്റെ ഈ പ്രണയ കഥ ഒരു ട്രാക്കിലെത്തിയല്ലോ. എടാ നിന്റെ കല്യാണത്തിന് അന്ന് സീതയെ മുത്തശ്ശന്റെ അടുത്തുകൊണ്ടേ നിർത്തണം. ആൻഡ് ഫസ്റ്റ് തിങ് ടുമോറോ സിഹിയോട് സംസാരിക്കണം. വെരി ഇമ്പോർട്ടന്റ്. നീ സിഹിയോട് ഈ കാര്യം പോയി പറഞ്ഞ അവള് അത് കേട്ട ഉടനെ നിന്റെ അടുത്തേക്ക് ഓടി വരും. അത്രയ്ക്ക് ഇഷ്ടം അവൾക്ക് നിന്നെ. എനിക്കറിയാലോ, ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാ. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഞങ്ങൾ 3 പേര് ഒരുമിച്ചായിരിക്കൂടാ. ഐ ജസ്റ്റ് കാൻ ഇമാജിൻ ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ മോനെ. ഓ സോറി. കളറ് കളറ്. I love you മോനെ. Hey, love you too bro. ഇതെന്റെ ആദ്യത്തെ ഹോളിയാണെന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. വെറും കവിളത്ത് മാത്രമല്ല റാം, എന്റെ ജീവിതത്തിലാണ് നീ നിറം പകർന്നത്. എന്റെ ജീവിതം കളർഫുൾ ആക്കുന്നതേ നീയാ. സോറി സീതമ്മ. വഴക്ക് പറയല്ലേ. എനിക്കറിയാം ഇങ്ങനെയൊക്കെ ഹോളി ആഘോഷിച്ചാൽ നിനക്ക് ദേഷ്യം വരുമെന്ന്. വർഷത്തില് ഒരു തവണ അല്ലേ ഹോളി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാ ഞാൻ നല്ലോണം കളിച്ച്. സോറി. ഞാൻ വഴക്കൊന്നും പറയില്ല. സത്യം പറഞ്ഞാ നീ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഒരു സെക്കൻഡ് അവിടെ നിൽക്കേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. എന്തു പറ്റി? ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? നീ എന്നെ സീതമ്മ തന്നെയല്ലേ? എന്താടി, ഞാൻ നിന്റെ സീതമ്മ തന്നെയാ. കഴിഞ്ഞ വർഷത്തെ ഹോളിക്ക് സീതമ്മ പറഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് സീതമ്മ. ഇത്രയ്ക്ക് കളറ് കഴുകിക്കളയാൻ ഒരു ടാങ്ക് വെള്ളം വേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞത്. ഇന്ന് നീ എന്താ ഒന്നും പറയാത്തത് സീതമ്മ? എന്താ സീതമ്മ കൊറേ നേരായിട്ട് സ്മൈൽ ചെയ്തോണ്ടിരിക്കുക? അതൊന്നുമില്ല മോളെ. വാവ്, കവിളത്ത് കളറുണ്ടല്ലോ. അപ്പൊ നീയും ഹോളി ആഘോഷിച്ചില്ലേ സീതമ്മ? നീ ആരെയും കളർ തേക്കാൻ സമ്മതിച്ചിരുന്നില്ല. ഇപ്പൊ ആരാ അത് തേച്ചത് സീതമ്മ? നിന്റെ ഫ്രണ്ട് തേച്ചതാ മോളെ. എന്റെ ഫ്രണ്ടോ?
ഈ മാജിക് ഒക്കെ ചെയ്യാൻ എന്റെ ഫ്രണ്ടിനെ കഴിയൂ. ഒരു വിധത്തില് മാജിക്കാ. ഇപ്പൊ കളറുള്ളത് കവിളത്ത് മാത്രല്ല, എന്റെ ജീവിതത്തിലും ഉണ്ട്. ജീവിതമോ? സീതമ്മ, നീ എന്താ പറയുന്നതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. പോട്ടെ വിട്, നാളെ നിനക്ക് എല്ലാം മനസ്സിലാവും. മോളെ, ഞാനും അവനും നീയും ലൈഫ് ലോങ് ഒരുമിച്ചായിരുന്നെങ്കിൽ നല്ല രസമായിരിക്കും എന്ന് നിനക്ക് തോന്നിയിട്ടില്ലേ? സത്യമാ സീതമ്മ, ഞാൻ കുറെ കാലായിട്ട് ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ. നീയാ അവനെ കോൾ ചെയ്യാൻ പാടില്ല, ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, അവൻ ബിസി ആയിരിക്കും, ഓഫീസില് കുറെ ജോലിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നേ. അവന് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. വെറും ഫ്രണ്ടായിട്ടല്ല മോളെ. പിന്നെ വേറെന്താ സീതമ്മ? നിനക്ക് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരണേന്ന് അറിയില്ല. നിനക്ക് മനസ്സിലാവുന്ന പോലെ പറയാൻ എനിക്ക് കിട്ടുന്നുമില്ല. നാളെ അദ്ദേഹം നിനക്കെല്ലാം മനസ്സിലാക്കി തരും. നീ പോയി കുളിക്കാൻ നോക്കും മോളെ. ഓക്കെ സീതമ്മ. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. കണ്ടോ നിന്റെ ഫ്രണ്ടിന്റെ അവതാരം? കള്ളി, പിന്നെയും ചിരി തുടങ്ങിയോ? ആരാ നിനക്ക് ഇങ്ങനെ ജോക്സ് അയച്ചോണ്ടിരിക്കുന്നെ? മോളെ, നീ വേഗം പോയി കുളിച്ചിട്ടെങ്കിൽ വന്നേ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും റെഡി ആക്കട്ടെ. വേഗം ചെല്ല്, വേഗം ചെല്ല്. മേമ, ഞാൻ എന്താ കോമഡി പീസാണെന്ന് കരുതിയോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാൻ അവിടെ ഉണ്ടായിട്ടും എന്റെ മുന്നിലൂടെ പോയിട്ട് ആ സീതയോട് സംസാരിച്ചല്ലോ. എന്റെ അടുത്ത് വന്ന് റാം നിനക്കുള്ളതാ എന്നൊക്കെ പ്രോമിസും തന്നിരിക്കുന്നു. വാട്ട് ഇസ് ദിസ് മേമ? Everything is fair in love and war. വാട്ട് ഫിറ്റ് മേമ? ആ സീത വീണ്ടും ക്ലോസ് ആയിക്കൊണ്ടിരിക്കുക റാമിനോട്. അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്നേ? അപമാനം സഹിക്കാനാവാതെ കമ്പനിന്ന് പുറത്തേക്ക് പോവോ, അതോ അശോകന്റെ കല്യാണത്തിന്റെ അന്ന് അച്ഛൻ വന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവളാണ് എന്റെ മരുമകൾ അനൗൺസ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യണോ? നീ തന്നെ ആലോചിച്ച് പറ. ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മേമ. ചാന്ദിനി, ഹാവ് യു ലോസ്റ്റ് യുവർ മൈൻഡ്? റാമിനോടുള്ള പ്രണയം മൂത്ത് നിന്റെ തലച്ചോറെന്താ പണയം വെച്ചോ നീ? ഇതാ നോക്ക്, അശോകിന്റെ കല്യാണം വെറും ഒരു ട്രെയിലർ മാത്രം. ശരിക്കും നടക്കാനുള്ള കല്യാണം റാമിൻ്റെതാണ്. ശരി, ഇപ്പൊ ഞാൻ എന്ത് വേണമെന്നാ? തൽക്കാലം നീ റാമിന്റെ ഫ്രണ്ടായിട്ട് നിൽക്ക്. മുന്നോട്ടുള്ളതൊക്കെ ഈ ഞാൻ നോക്കിക്കോളാം. രാമ, നിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ തിളങ്ങുന്ന വർണ്ണത്തെ മാച്ചു കളഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? നിന്റെ അമ്മ വാണി നീ എന്നും വളരെ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ജീവനുള്ള കാലം അത് നടക്കില്ല. നീ എപ്പോഴും പറയുമല്ലോ കളറ് പോവില്ല എന്ന്. ഇപ്പൊ കണ്ടോ ഞാൻ എത്ര ക്ലീൻ ആയിട്ടാ കുളിച്ചിട്ട് വന്നതെന്ന്. സിഹിയോട് റാം തന്നെ ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയുന്നത് നല്ലത്. എനിക്കിതുകളോട് പറയാൻ കഴിയില്ല. സീതമ്മ, എന്റെ ആർട്ട് ബുക്ക് എവിടെ? ഓ, മറന്നുപോയല്ലോ. ഞാനിപ്പോ എടുത്തു തരാവേ. ഇതാ സിഹിമോളെ, നിന്റെ ആർട്ട് ബുക്കിൽ നീ
വരയ്ക്കുന്ന ഡ്രോയിങ്ങിലെല്ലാം രണ്ടുപേരല്ലേ ഉണ്ടാവാറ്? അത് ഞാനും നീയും തന്നെയല്ലേ? ആ, ഞാൻ നിനക്ക് ഡ്രോയിങ്സ് വരച്ചു തന്നിട്ട് കൊറേ നാളായല്ലോ. നാളെ വരച്ചു തരാട്ടോ. 3 പേരുണ്ടെങ്കിൽ നന്നായിരിക്കില്ലേ? 3 പേരുണ്ടെങ്കിലോ? 3 പേരാരൊക്കെയാ? നമ്മുടെ വീട്ടിലേക്ക് ഒരു കുട്ടിയും കൂടെ വരാൻ പോവാണോ? അതെ, ആര്യയുടെ വീട്ടിലേക്ക് അദ്വൈത് വന്നില്ലേ, അതുപോലെയാണോ? അങ്ങനെയല്ല മോളെ. നിനക്ക് നിന്റെ ഫ്രണ്ടിന് വലിയ ഇഷ്ടല്ലേ? ഒരുപാട് ഇഷ്ടമാ. എനിക്കും അവനെന്ന് പറഞ്ഞ ഒരുപാട് ഇഷ്ടാ. എനിക്കറിയാം. അറിയാവോ? അതുകൊണ്ടല്ലേ എന്റെ ഫ്രണ്ടിന് ആക്സിഡന്റ് പറ്റിയപ്പോ നീ അത്രയൊക്കെ കരഞ്ഞത്. ആര് വന്നിട്ടും കളർ തേക്കാൻ സമ്മതിക്കാത്ത ആള് എന്റെ ഫ്രണ്ടിന് പെർമിഷൻ കൊടുത്തല്ലോ. എന്താന്ന് വെച്ചാ നിനക്ക് എന്റെ ഫ്രണ്ടിന് ഒരുപാട് ഇഷ്ടമാ. അതൊക്കെ സത്യ. പക്ഷെ ഇപ്പൊ പറഞ്ഞത് അങ്ങനെയല്ല. വേറെ എന്തോ. വേറെ എന്താ സീതമ്മ? സീതമ്മ, നമുക്ക് എന്റെ ഫ്രണ്ടിനെ പോയി മീറ്റ് ചെയ്യണം. നീ ലേറ്റ് ആക്കാൻ നിക്കല്ലേ, അവനവിടെ കാത്തിരിക്കുന്നുണ്ടാവും. സിഹിമോളെ, എന്താ? നിന്റെ ഫ്രണ്ടിന് നിന്നോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതൊക്കെ കേട്ട് കഴിഞ്ഞ് നീ എന്നെ കുറിച്ചൊന്നും കരുതില്ലല്ലോ അല്ലേ? ഞാൻ എന്താ കരുതണ്ടേ സീതമ്മ? സീതമ്മ, ലേറ്റ് ആവുന്നുണ്ട്, വാ പോവാൻ നോക്കാം. രാമ, എനിക്കിത് സിഹിയോട് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. റാം തന്നെ പറയട്ടെ ഇത്. ബാക്കിയൊക്കെ നീ നോക്കിക്കോണേ പ്ലീസ്. നോക്ക് സീതമ്മ, എന്റെ ഫ്രണ്ട് ഓൾറെഡി വന്നിട്ടുണ്ടല്ലോ. അവന് നിന്നോട് എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞിരുന്നില്ലേ? അതിനാവും വന്നത്. പോയി എന്താന്ന് പോയി ചോദിക്ക്. ഓക്കെ സീതമ്മ. ശ്രദ്ധിച്ച്. ഹായ് ഫ്രണ്ട്. ഫ്രണ്ട്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ബേബി ഗേൾ. ഫ്രണ്ട്, സ്വെറ്റ് വരുന്നല്ലോ. അത് സമ്മർ അല്ലേ, ഭയങ്കര ചൂടാ, അതുകൊണ്ടാ. ഫ്രണ്ട്, എന്തോ പറയണോന്ന് പറഞ്ഞില്ലേ, എന്താ അത്? അത് ഞാൻ നീ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? അതെ, നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നീ മാത്രമാ. കറക്റ്റ്. അതുപോലെ ഞാനും നീയും സീതമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാലോ? ഐ മീൻ, ഇപ്പോ നമുക്ക് 3 പേർക്കും ഒന്നിച്ച് നിൽക്കാനുള്ള സമയമായില്ലേ? എനിക്കറിയാം നീയാ ഞങ്ങളുടെ വീട് വാങ്ങിയതെന്ന്. നിനക്കിപ്പോ ഞങ്ങളുടെ വീട് വേണമല്ലേ? നീയെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുവോ? നമ്മള് 3 പേരും ഒരുമിച്ച് നിൽക്കുവോ ഫ്രണ്ട്? സിഹിമോളെ, അത് അങ്ങനെയല്ല. നീങ്ങി വന്നേ. ജംപ്. യെസ്. ആക്ച്വലി എനിക്ക് നിന്റെ വീട് വേണ്ട, പക്ഷെ നിന്നെ വേണം, സീതമ്മയും വേണം. നമുക്ക് 3 പേർക്കും ഒന്നിച്ചു നിന്നാലോ? പക്ഷേ നമുക്കങ്ങനെ വെറുതെ ഒന്നിച്ചു നിൽക്കാനാവില്ലല്ലോ. സീതമ്മ വഴക്ക് പറയുമെന്ന് കരുതിയിട്ടാണോ?
സീതമ്മ വഴക്കൊന്നും പറയില്ല. ആ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഐ പ്രോമിസ്. നിങ്ങൾ രണ്ടുപേരും ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാം. ഒരിക്കലും ഹേർട്ട് ആവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ഇപ്പൊ നിനക്ക് ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. നിനക്ക് വേണ്ടി ഞാൻ ടൈം സ്പെൻഡ് ചെയ്യാം. നിന്റെ കൂടെ കളിക്കാൻ വരാം. എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. പിന്നെ നമുക്ക് പാലസ് ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ രണ്ടുപേർക്കും വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്കറിയാം ഫ്രണ്ട്, പക്ഷെ ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറയുന്നേ? അത് ഫ്രണ്ട്, നീ കൊറേ നേരമായിട്ട് നിന്ന് വേർത്തോണ്ടിരിക്കുക. എന്താ, എന്തു പറ്റി? ഇപ്പൊ ഓക്കെ. സീമോളെ, ഞാൻ പറഞ്ഞൊന്ന് കേക്കേ. ഞാനും സീതമ്മയും നീയും നമ്മൾ 3 പേർക്ക് ഒരുമിച്ച് നിൽക്കാം. നമ്മുടെ ഒരു കുഞ്ഞു ലോകത്ത് ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഇപ്പൊ ഉള്ളതിനെക്കാട്ടിലും സൂപ്പറായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാം. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആകും. സോ അതിന് നീ അനുവാദം തരികയാണെങ്കിൽ. മേ ഐ മാരി യുവർ മദർ? അതായത് സീതമ്മയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? മേ ഐ മാരി യുവർ മദർ? അതായത് സീതമ്മയെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ? സിഹി അവനോട് എന്തായിരിക്കും പറയാ? ഇതൊക്കെ അവൾ എങ്ങനെയായിരിക്കും എടുക്കുക? സീക്കുട്ട, ഞാൻ പറഞ്ഞത് മനസ്സിലായോ മോക്ക്? എന്തെങ്കിലും പറയടാ, ഇങ്ങനെ സൈലന്റ് ആയിട്ട് നിൽക്കല്ലേ പ്ലീസ്. ഞാൻ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ. ഫ്രണ്ട്, നീ സീതമ്മയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ എന്റെ അച്ഛനാവോ? യെസ് ചക്കരേ, ഞാൻ ഈ ചക്കോര കുട്ടിയുടെ അച്ഛനായിക്കോളാം. നിന്നെ ഞാൻ എത്രയോ മുമ്പ് തന്നെ എൻ്റെ മകളായിട്ട് അക്സെപ്റ്റ് ചെയ്താ മോളെ, അറിയില്ലേ? അപ്പൊ നീയും എന്നെ ഒഴിവാക്കി പോവോ?
എനിക്ക് നിന്നെ എപ്പോഴും വേണം ഫ്രണ്ട്. നീ എന്റെ അച്ഛനായ പിന്നെ നീ എന്നെ ഒഴിവാക്കി പോകുമെന്ന് എനിക്കറിയാം. എന്താണെന്നോ, അച്ഛൻ നമ്മുടെ കൂടെ ഇല്ലാത്തവരാ, നമ്മളെ ഒഴിവാക്കി പോകുന്നവരാ. എനിക്ക് നിന്നെ വേണം ഫ്രണ്ട്. സോറി. സീക്കുട്ടാ, ടേക്ക് ഇറ്റ് ഈസി, ഓക്കെ? നീ നേരത്തെ ആലോചിച്ചിട്ട് പറയാന്നൊക്കെ പറഞ്ഞില്ലേ? നിനക്ക് എത്ര സമയം വേണോ അത്രയും സമയം കഴിഞ്ഞ് പറഞ്ഞാൽ മതി. ഒരു പ്രഷറും ഇല്ല, കേട്ടോ? ആൻഡ് റിമെമ്പർ വൺ തിങ്, ഐ എം ഓൾവേസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ നിന്നെ വിട്ട് എങ്ങും പോവില്ല, എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. ഇറ്റ്സ് എ പ്രോമിസ്. എനിക്കറിയാം ഫ്രണ്ട്, നീ സീതമ്മയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ എന്നെ വിട്ടു പോകും. എനിക്ക് നിന്നെ മതി ഫ്രണ്ട്, അച്ഛനെ വേണ്ട. ഓക്കെ, റിലാക്സ്, ഓക്കെ? ഗുഡ് ഗേൾ അല്ലേ എൻ്റെ മോള്? കരയല്ലേ, ഞാൻ എങ്ങും പോവില്ല. ഫ്രണ്ട്, എനിക്ക് സ്കൂളിലേക്ക് ലേറ്റ് ആവുന്നോണ്ട് ഞാൻ പോകട്ടെ. നീ എന്നെ വിട്ട് എങ്ങോട്ടും പോവണ്ട. എനിക്ക് അച്ഛനെ വേണ്ട. നീ എന്റെ അച്ഛനാവണ്ട. സിഹി,